ജിനോജ് ബ്രോ 102 തവണ 100 കിലോമീറ്റർ അടിച്ചിട്ടുണ്ട്, 12 തവണ മൂന്നാർ കയറിയിട്ടുണ്ട്. അത് കൂടാതെ ഓൾമോസ്റ്റ് 25,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി ബിൽഡിംഗ് ബിൽഡിംഗിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം എഴുതാനുള്ള സ്ഥലമില്ല. അപ്പൊ നമ്മള് 2 ക്ലബിന്റെ ഭാഗമായിട്ട് ബൈസൈക്കിൾ ബ്രോസിന്റെ 2 ക്ലബിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വന്തം അങ്ങനെ ജിനോജ് ബ്രോയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാർ ടൗണിൽ നിന്ന് ലെഫ്റ്റ് കിടക്കുന്ന വഴി കേട്ടോ, നമ്മൾ ഉടുമൽപേട്ടൊക്കെ പോകുന്ന വഴിക്കാണ് മറയൂർ ഉള്ളത്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ആണ് മറയൂർ വരെ ഉള്ളത്. അപ്പോൾ നമ്മൾ അക്കോമഡേഷനിൽ ബാഗെല്ലാം വെച്ചിട്ട് ഇന്ന് ലഗേജ് ഫ്രീ ആയിട്ടാണ് എല്ലാവരും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ദേവദത്തൻ ഇന്നലെ വരാൻ പറ്റിയില്ല, അവൻ രാവിലെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അടിമാലി അടുത്തായെന്നാണ് പറഞ്ഞു. ഉച്ചയാകുമ്പോഴത്തേക്കും മൂന്നാർ എത്തുമായിരിക്കും. ഇരവികുളം നാഷണൽ പാർക്ക് നമ്മളീ പോകുന്ന വഴിക്കാണ്. നമ്മളവിടെ കയറുന്നില്ല, കാരണം അതിൻ്റെ അകത്ത് കയറിയാൽ നമ്മൾ അവിടെ നിന്ന് വണ്ടിയിലൊക്കെ കയറി ടോപ്പ് എത്തി വരുമ്പോൾ തന്നെ ഒരുപാട് സമയം പോകും. അപ്പോൾ നമ്മൾ ഒത്തിരി ഇടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ലക്കം വാട്ടർഫോൾസ്. നമ്മൾ ഡയറക്റ്റ് മറയൂർക്ക് തന്നെയാണ് പോകുന്നത്, കാരണം നമുക്ക് ടൈം വളരെ കുറവാണ്. 40 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറയൂരിലെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ നമുക്കിന്ന് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പോകുന്ന റൂട്ടാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് കാഴ്ചകളുള്ള ഭയങ്കര നമ്മളെ തന്നെ ഒത്തിരി റിഫ്രഷ് ചെയ്യുന്ന ഒരു അടിപൊളി റൂട്ടാണിത്. മറയൂർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്ന ഒരു സിനിമ ഭ്രമരമാണ്. അതിലെ ആ പാട്ടും ആ ജീപ്പ് ഓടിക്കുന്ന പോർഷനൊക്കെ കുറേയൊക്കെ മറയൂരും കാന്തല്ലൂരും ഒക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. കാന്തല്ലൂർ മറയൂരിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്. കാന്തല്ലൂർ നമുക്കറിയാം ഒരു ഗോൾഡ് അവാർഡൊക്കെ കിട്ടിയതാണ് റൂറൽ ടൂറിസം പ്രൊജക്റ്റിൻ്റെ പാർട്ടായിട്ട്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റുകളെ ഏറ്റവും വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കാന്തല്ലൂർ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണ് മറയൂരും കാന്തല്ലൂരൊക്കെ. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് പോയി വരാമെന്നല്ലാണ്ട് ഇവിടെയൊക്കെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു 2-3 ദിവസം മിനിമം വേണം. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് ആണ്. മൂന്നാറിൽ നിന്ന് ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ ഇരവികുളം വരെ. നമ്മളീ പോകുന്ന റൂട്ടിലാണ് ഏപ്രിൽ മെയ് സമയങ്ങളിൽ മറ്റേ ജക്രാന്ത മരമൊക്കെ പൂത്തത്. നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടായിരുന്നു. ഒരു ബ്ലൂ കളറുള്ള ജക്രാന്ത ഫ്ലവേഴ്സും മരങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഈ ഒരു മഴ തുടങ്ങിയ പിന്നെ അത് പോയി. നമ്മുടെ ക്ലൈംബ് ഇനി ഒരു 2-3 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇവിടെ വരെ നമ്മളൊരു ഹില്ലിന്റെ ടോപ്പിലെത്തും. അവിടുന്ന് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ഡൗൺ ഹില്ലാണ്. നമ്മളിപ്പോൾ 3 പേര്, ഞാനും അഖിലും ജിനോജ് ബ്രോയും കുറച്ച് മുമ്പിലായിപ്പോയി. അവരിടയ്ക്ക് ഒന്ന് ബാക്കി ടീം എല്ലാവരും ജസ്റ്റ് ഒന്ന് പുറകിലായിപ്പോയി. നമ്മുടെ ജിതിൻ ബ്രോയുടെ സൈക്കിളിൻ്റെ ചെറിയൊരു പണി കിട്ടിയായിരുന്നു. അപ്പോൾ അവരത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ചൊരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അവരെന്തായാലും ഒരു 2 കിലോമീറ്റർ ബാക്കിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോളിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആ ഡൗൺ ഹില്ല് കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് താഴെയായിട്ട് വെയിറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഞങ്ങൾ ടോപ്പ് പോയിന്റിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. നമ്മളിവിടെ നോക്കുമ്പോൾ ചുരം പോലെ കാണാം കേട്ടോ. അവരെ താഴെ നിന്ന് സ്പോട്ട് ചെയ്തപ്പം ഞങ്ങൾ പതുക്കെ ഒന്ന് ഇവിടെ നിന്ന് മൂവ് ആവുകയാണ്. അമ്മേ, ഇത് തിരിച്ചു വരുമ്പോ ചവിട്ടി കയറ്റണല്ലോ.
ഇറക്കം കാണുമ്പോൾ ഒരേ സമയത്ത് സന്തോഷവും സങ്കടവും. ഇനി അങ്ങോട്ട് കുറച്ചധികം ദൂരം നല്ല ഡൗൺ ഹില്ലാണ്. അപ്പോൾ ഇത്ര നേരം ക്ലൈംബൊക്കെ ചവിട്ടി ഒന്ന് മടുത്തിരിക്കുമായിരുന്നു. ഇനിയിപ്പം നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നമുക്ക് താഴെ വരെ എത്താം. പിന്നെ നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ബ്രേക്സ് ഒക്കെ പ്രോപ്പറായിട്ട് ചെക്കൊക്കെ ചെയ്ത് ബ്രേക്ക് പാഡൊക്കെ മാറിയായിരുന്നു. അപ്പം ഡൗൺ ഹില്ല് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്സ് സ്ട്രോങ് അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല. അതുപോലെ തന്നെ വീതി കുറവുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ വളവൊക്കെ ഒത്തിരി ടൂറിസ്റ്റുകളും ബസ്സുകളൊക്കെ വരുന്ന റൂട്ടായതുകൊണ്ട് തന്നെ വളവുകളൊക്കെ കുറച്ച് കെയർഫുള്ളായിട്ട് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഓവർ സ്പീഡ് എടുക്കാനും പറ്റത്തില്ല. ഒരു മീഡിയം സ്പീഡിൽ നമ്മൾ ആ ഒരു ഇവിടുത്തെ തണുപ്പും ഈ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നമ്മൾ ആ ഡൗൺ ഹിൽ ഇറങ്ങി. ഒരു 5 കിലോമീറ്റർ ഡൗൺ ഹില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തായിരുന്നു. ഞങ്ങൾ എത്തിക്കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു ചായയും എഗ് മാഗിയും ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വൈശാഖേട്ടൻ്റെ സൈക്കിളിൻ്റെ ഹബിന് ചെറിയൊരു പണി കിട്ടി. അപ്പം വൈശാഖേട്ടൻ ഇവിടുന്ന് ഒരു പിക്കപ്പിലൊക്കെ കയറ്റി അതിപ്പോൾ മൂന്നാർക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ മാക്സിമം നന്നാക്കാൻ നോക്കി, പക്ഷെ അത് ഒരു പാർട്ട് മാറേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മുടെ ഈ ടൂൾസ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ പാർട്ട് മാറേണ്ടത് കൊണ്ട് നമുക്കത് സർവീസിന് കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അടിമാലിയിൽ നമുക്ക് പരിചയമുള്ള ഒരു ഷോപ്പിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവരത് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ടയർ മാത്രം അയച്ച് ഇനി ബസ്സിന് അടിമാലിക്ക് കൊണ്ടുപോകണം. പിന്നെ ദേവദത്തൻ മൂന്നാർ എത്തിയായിരുന്നു. അപ്പോൾ വൈശാഖൻ ദേവദത്തിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് ഇവിടുന്ന് എല്ലാവരും തന്നെ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വൈശാഖൻ്റെ കൂടെ ഇവിടുന്ന് പോയാനെ. അപ്പോൾ മൂന്നാർ വരെ വൈശാഖൻ പിക്കപ്പിന് കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ അടിമാലിക്ക് പോകാനാണ്. അപ്പോൾ വൈശാഖൻ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. ഞങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഈ ഒരു ട്രിപ്പ് മെയിനായിട്ട് ഹോസ്റ്റ് ചെയ്തൊരു ആൾ കൂടിയാണ്. അപ്പോൾ വൈശാഖൻ അങ്ങനെ ഒരു പോസ്റ്റ് കിട്ടി. സാരമില്ല, വൈശാഖൻ നന്നാക്കിയിട്ട് നാളത്തെ റൈഡിൽ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും. പിന്നെ വൈശാഖൻ നല്ല സങ്കടമുണ്ട് മറികയറി വരാൻ പറ്റാത്തതിന്. അപ്പം ഇനി എന്നേലും ഈ അടുത്ത മാസമോ അതിൻ്റെ അടുത്ത മാസമൊക്കെ ആയിട്ട് ഒന്നും കൂടെ ചിലപ്പോൾ ഞങ്ങൾ മറയൂർ കാന്തല്ലൂർ ഈ റൈഡ് വരാൻ പറ്റാത്തവരെ കൂട്ടി ചിലപ്പോൾ ഒന്നും കൂടെ വരാനൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈശാഖൻ്റെ ചാനൽ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ. വൈശാഖൻ്റെ ചാനൽ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കേരളത്തിലുള്ളത് ഈ സൈക്ലിംഗ് വീഡിയോസ് ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ് വൈശാഖൻ. ഇപ്പോൾ ഞാൻ പോലും സൈക്ലിങ്ങിലോട്ട് വരുന്നതും സൈക്കിളിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും ഈ യാത്ര ചെയ്യുന്നതും ഞാൻ പോലും ഒരു ചാനൽ തുടങ്ങുന്നതൊക്കെ എല്ലാത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും പറഞ്ഞു തന്നതെല്ലാം വൈശാഖനാണ്. അപ്പോൾ വൈശാഖൻ്റെ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വൈശാഖൻ ആ പണി കിട്ടിയതും ആ യാത്രകളൊക്കെ 360 വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. വൈശാഖൻ്റെ ഇൻസ്റ്റാ 360 ക്യാമറ എടുത്തായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ യാത്രയുടെ ഒരു കുറേ നല്ല അടിപൊളി 360 ഫുട്ടേജസ് ഒക്കെ ചേട്ടൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടൻ്റെ ചാനലും കൂടെ ഒന്ന് കാണുക.
എല്ലാവരും കയറിപ്പോട്ടെ ഏതാ ആദ്യം കയറിയിട്ടില്ലേ ആ മാറിയതല്ലേ ഇത് എത്തി കഴിഞ്ഞു അല്ലേ ആ അപ്പം മറയൂർ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ സാൻഡൽവുഡ് ഫോറസ്റ്റിൽ കൂടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കടന്നു വരുന്ന വണ്ടികൾ മറയൂർ കഴിഞ്ഞ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ കടന്ന് നമ്മൾ തമിഴ്നാട് കയറുകയാണ്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ വരുന്നത്. ഈ സാൻഡൽവുഡ് ഫോറസ്റ്റിൽ കൂടിയുള്ള യാത്ര ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും ചന്ദനമരങ്ങളും ഈ ഇവിടുത്തെ എയറിൻ്റെ ഒക്കെ ക്വാളിറ്റി തന്നെ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുള്ളതാണ്. നല്ല തണലും തണുപ്പും അതിൻ്റെ കൂടെ ഈ ഒരു വ്യൂവും. നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നമ്മളിപ്പം മറയൂർ എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് മറയൂരിലെ വേറെ വ്യൂ പോയിന്റ്സ് ഒന്നും കാണാൻ അങ്ങനെ പോകുന്നില്ല. നമ്മൾ ടൗണിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ജസ്റ്റ് അവിടെ കുറച്ച് നേരം അവിടുത്തെ നമ്മളെന്തായാലും വന്ന സ്ഥിതിക്ക് ശർക്കര ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറിയോ അല്ല സ്ഥലത്ത് പോയിട്ടൊന്നൊക്കെ വിസിറ്റ് ചെയ്യുക. അങ്ങനെ ചെറിയ കുറച്ച് നേരം നമ്മൾ മറയൂർ സ്പെൻഡ് ചെയ്യുന്നുള്ളതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യണം. കാരണം ഒത്തിരി ഇരുട്ടി കഴിഞ്ഞാൽ ആനിമൽസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്, ഫോറസ്റ്റ് റോഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്സിമം വൈകിട്ടൊരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് മൂന്നാർ എത്തണം. നമ്മളിപ്പോൾ ഒരു മണി എടുക്കാറായിട്ടുണ്ട്. ഈ ഒരു റൂട്ട് ഭയങ്കര അടിപൊളിയായിട്ടോ. നമുക്ക് ഈ ഒരു വഴി കയറി തമിഴ്നാട് പോവാം. സൈക്കിളൊന്നും കടത്തിവിടാൻ വഴിയില്ല. നമുക്ക് ബൈക്കിനും കാറിനൊക്കെ പോവാം. നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കടന്ന് നമുക്ക് പൊള്ളാച്ചി പളനിയൊക്കെ എത്താം. എന്നിട്ട് തിരിച്ച് പാലക്കാട് വഴി കറങ്ങി വരുന്നവരൊക്കെ ഉണ്ട്. അത്യാവശ്യം ബൈക്കിൽ ടൂർ ചെയ്യുന്നവരുടെ ഒരു ഫേവറേറ്റ് റൂട്ടും കൂടിയാണ് ഇത് കേട്ടോ. ഈ പറയുന്ന പോലെ മൂന്നാറിന്ന് മറയൂർ കയറി ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴി പൊള്ളാച്ചി പളനി അങ്ങനെ പോകുന്നവർ ഒത്തിരി പേരുണ്ട്. മറയൂർ വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. ഇവിടുത്തെ മെയിൻ സ്പോട്ടുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. പക്ഷെ നമുക്കിന്ന് അവിടെ വരെ പോകാനുള്ള ടൈമില്ല. എനിവേ ഈ ഒരു യാത്ര തന്നെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഇങ്ങോട്ടുള്ള വഴികളൊക്കെ. ഇനി നമുക്ക് തിരിച്ച് നമ്മൾ ഇത്രയും ഡൗൺ ഹിൽ അടിച്ച് വന്ന മൊത്തം നമുക്കിനി ചവിട്ടി കയറ്റണം എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക്. അപ്പം നമ്മൾ ഇനി ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. അപ്പം അവിടെ ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും. അവിടുന്ന് ഒരു കരിമ്പൻ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. മറയൂർ ടൗണിനടുത്തായിട്ട് GR സ്പൈസസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ കയറിയത്. ഇവിടെ മുകളിൽ ഇവരുടെ പ്രൊഡക്ട്സ് ഉണ്ട്, താഴെ പ്രൊഡക്ഷനും നമുക്കിവിടെ കരിമ്പത്തോട്ടം ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ചേട്ടൻ നമുക്ക് ഇവിടുത്തെ പ്രോസസ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. നിങ്ങൾ ഈ താഴേക്ക് കാണുന്നത് ഇവിടുന്ന് അങ്ങ് ഏക്കർ കണക്കിന് അങ്ങോട്ട് കരിമ്പന്തോട്ടം തന്നെയാണ്. കരിമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസം കൊണ്ടാണ് ഇത് പാകമാകുന്നത്. വെട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നടിയൊന്നും ചെയ്യുന്നില്ല, അത് തന്നെയാണ് കിളിക്കുന്നത്. അവിടെ നമുക്ക് അവിടെ പറിച്ച് നടിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ തന്നെ അത് അവിടെ കിടന്ന് കിളിച്ചിട്ട് ഒരു 12 മാസത്തെ സമയത്തിനുള്ളിൽ, അതായത് 1 വർഷം കൊണ്ട് കരിമ്പ് പാകമാകും. നമ്മൾ ഓരോ പാടവും ഓരോ സമയങ്ങളിൽ തന്നെ വെട്ടിയെടുക്കുന്നത് കൊണ്ട് തന്നെ കരിമ്പ് എപ്പോഴും അവൈലബിൾ ആണ്. ഇതിൻ്റെ സമയമൊന്നുമില്ല. പിന്നെ കരിമ്പ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ അല്ലെ ഇവിടെ കൊണ്ടുവന്ന് വൃത്തിയായിട്ട് കരിമ്പ് വെള്ളം പമ്പ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് എടുക്കുന്നത്. കരിമ്പ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മെഷീനിലേക്ക് കയറ്റി വിട്ടാൽ അതിൻ്റെ ജ്യൂസ് ഫിൽറ്റർ ചെയ്ത് താഴെ ടാങ്കിൽ സംബന്ധിച്ച് ഈ കരിമ്പിൻ്റെ കണ്ടി ഈ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ ആ പാടത്തേക്ക് തള്ളി കയറ്റിയതിന് ശേഷം അത് അവിടെ ഇട്ട് ഉണങ്ങി നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം അത് തന്നെയാണ് നമ്മൾ ആ തീയരിക്കാനായിട്ട് എടുക്കുന്നത്. ആ തീ എരിച്ച് കിട്ടുന്ന ചാരം തന്നെ സംഭരിച്ച് വെച്ചിരുന്നിട്ട് തന്നെയാണ് ഇതിന് രാസവളങ്ങളൊന്നും തന്നെ അല്ല. എന്നാൽ ഇതൊരു റീസൈക്കിളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സംഭരിച്ചേക്കുന്ന ജ്യൂസ് 1000 ലിറ്റർ ആയിട്ട് ഈ ടാങ്കിലേക്ക് പമ്പ് ചെയ്യും. ഈ ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ പൈപ്പ് വഴി ഈ പാനയിലേക്ക് കടന്നു. ഈ പാനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പാനയാണ്. 1977 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. താഴെ ഇരുമ്പിൻ്റെ ഷീറ്റ് കൊണ്ട് മുകളിലേക്ക് അലൂമിനിയമാണ്. ഇപ്പോഴും 140 ഡിഗ്രി ചൂട് താഴെയുണ്ട്. 140 ഡിഗ്രി ചൂട് താഴെയുണ്ട്. ഞാൻ പിടിച്ചിട്ടുണ്ട്. അടിയിലാണ് ചൂട്. അടിയിൽ ചൂടെന്നല്ല, ഇവിടം വരെ പതഞ്ഞ് പൊങ്ങുന്ന സമയത്ത് പോലും നമുക്ക് ഇവിടെ ചൂടടിക്കാമല്ലോ. അതാണ് ഈ പാനയുടെ പ്രത്യേകത. നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു വെച്ചേക്കുന്ന പാനയെന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ 1000 ലിറ്റർ ജ്യൂസ് ഇതിലേക്ക് കടത്തി വിട്ട് കഴിയുമ്പോഴത്തേക്ക് 140 ഡിഗ്രിയിൽ 3 മണിക്കൂർ തുടർച്ചയായിട്ട് ഹീറ്റ് ചെയ്യും. 3 മണിക്കൂർ തുടർച്ചയായിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്
ഈ ജ്യൂസ് 200 ലിറ്ററായിട്ട് വറ്റും. വറ്റി കുറുകി വരും. അതായത് ശർക്കരപ്പാനിയായിട്ട് മാറും. ആ മാറുന്ന സമയത്ത് ഈ ജ്യൂസിലെ ഷുഗർ കണ്ടന്റ് മൊളാസിസ് എന്ന് പറയും പതഞ്ഞു പൊങ്ങാൻ തുടങ്ങും. ആ പതഞ്ഞു പൊങ്ങുന്ന മൊളാസിസിനെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. മറ്റുള്ള സ്ഥലങ്ങളിൽ സാധാരണ ഈ മൊളാസിസ് ബിയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. നമുക്കിവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ അതായത് ഈ കാർഷിക ഇതിൻ്റെയും കൂടെയൊക്കെ അപ്രൂവൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മൊളാസിസ് മറ്റൊന്നിനും കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല. കോരി മാറ്റുകയാണ് മാർഗം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ 200 ലിറ്ററായിട്ട് വറ്റുന്ന ശർക്കരപ്പാനി നമ്മൾ ഈ ട്രേയിലേക്ക് കടത്തി വിടും. ഈ ട്രേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാവിൻ്റെ പലക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മാവിൻ്റെ പലക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ട്രേ ഉപയോഗിക്കാനുള്ള കാരണം ഈ ഈർപ്പം ജലാംശം പിടിച്ചെടുക്കാനുള്ള കഴിവ് ഈ പലകയ്ക്കാണുള്ളത്. അതുകൊണ്ട് ഈ 200 ലിറ്റർ ശർക്കരപ്പാനി ഫിൽറ്റർ ചെയ്ത് അതിലേക്ക് കടത്തി വിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ സൈഡുകളിൽ അത് കോരി പിടിപ്പിക്കുന്നതിനെ അത് ആ പലക അതിൻ്റെ ആ ജലാംശം അത് വിയർപ്പ് പിടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് 90 ഡിഗ്രി ചൂടോടുകൂടി 4 മൂലയ്ക്കായിട്ട് ആൾക്കാർ തന്നെ ഉരുട്ടുകയാണ് പതിവ്. അങ്ങനെയാണ് ശർക്കരയുടെ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന കൈ കൊണ്ട് തന്നെ. ഇപ്പം നമുക്ക് അതിനകത്ത് വിരലിൻ്റെ പാടൊക്കെ കാണാമെങ്കിലും അത് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ പാടൊന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്യാൻ. സർക്കാരിന്റെ അംഗീകാരമുള്ള ഒരു ഷോപ്പും കൂടെയാണ് ഇത്. ഇവിടെ നിന്ന് നമ്മളൊരു കരിമ്പൻ ജ്യൂസ് ഒക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി വഴി സൈഡിൽ കിട്ടുന്ന അല്ല നമ്മൾ ഇവിടുത്തെ ജ്യൂസ് ഷോപ്പിൽ നിന്നും കുടിക്കുന്ന പോലെ അല്ലായിരുന്നു അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ബോഡിക്കൊക്കെ ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. നല്ല പ്യുവർ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ ശർക്കരയാണെങ്കിൽ പോലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ അല്ല, ഇവിടുന്ന് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ വരുന്നത്. നമ്മളിവിടുന്ന് റിട്ടേൺ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയ ഡൗൺ ഹില്ല് മൊത്തം നമുക്ക് ചവിട്ടിക്കയറ്റേണ്ട ടാസ്ക് ഉണ്ട്. പിന്നെ പോകുന്ന വഴി നമ്മൾ ലക്കം വാട്ടർഫോൾസ് നമ്മൾ നിർത്തിയില്ലായിരുന്നു. അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് അപ്പോൾ തന്നെ പോവുമായിരിക്കും. അപ്പോൾ ഈ മറയൂർ കാന്തല്ലൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. അതും ജസ്റ്റ് ഒരു 1 ഡേ പ്ലാൻ ചെയ്യാണ്ട് ഒരു 2 ദിവസമോ ഒക്കെ നിങ്ങൾക്ക് ലീവ് കിട്ടുമെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഒത്തിരി അധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ വാഹനത്തിൽ വന്നാൽ പോലും ഇവിടെ നമുക്ക് ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാ സ്പോട്ടും തപ്പിപ്പിടിച്ച് പോയില്ലെങ്കിലും നമുക്ക് ഈ കുറച്ച് ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ജീപ്പുകാരോട് പറഞ്ഞ് നമുക്ക് എല്ലാ സ്ഥലവും അവർ നമ്മളെ കൊണ്ട് കാണിച്ചു തരും. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല ഹോം സ്റ്റേയും മഡ് ഹൗസും അങ്ങനത്തെ ഒത്തിരി ഫാം സ്റ്റേ ഒക്കെ പോലത്തെ ഒത്തിരി ഓപ്ഷൻസും നമുക്ക് മൂന്നാറും കാന്തല്ലൂരൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വണ്ടികളില്ലാത്തവർക്ക് ഇഷ്ടം പോലെ KSRTC ബസ്സും പ്രൈവറ്റ് ബസ് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ കോതമംഗലത്ത് അടിമാലിയിൽ വന്നാലും മതി, നമുക്ക് ഫുൾ ടൈം ബസ്സുകളുണ്ട്. ഇവിടുന്ന് തമിഴ്നാടിലും ബസ്സുണ്ട്. ഉടുമൽപേട്ട്, പഴനി ബസ്സൊക്കെ ഇഷ്ടം പോലെ തന്നെ പോകുന്നുണ്ട്. ഒരു ചായ കൂടെ കാണാ എന്റെ അമ്മ. തിരിച്ചു വരുന്ന വഴി നല്ല മഴയൊക്കെ കൊണ്ട് തണുത്ത് വിറയ്ക്കുമായിരുന്നു എല്ലാവരും. ഞങ്ങളൊരു 6:30-7 മണി റേഞ്ച് ആയപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നാർ തിരിച്ചെത്തിയായിരുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് നമ്മുടെ റിട്ടേൺ ജേണിയാണ്. അപ്പം നമ്മൾ വന്ന വഴിയല്ല, വേറെ ഡിഫറെൻറ്റ് റൂട്ടിലാണ് പോകുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മൂന്നാർ മറയൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ട് 3 ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.